പൂനെയിൽ എഞ്ചിനീയറായിട്ട് ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ്. മോള് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ പാനൂര് ഞാനും ഹസ്ബൻഡും മാത്രമാണ്. ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോവുകയാണ്. എഴുത്തുകാരിയാണ്, പ്രസംഗികയാണ്. ഞാൻ ചന്ദ്രവല്ലി. പിന്നെ 3 മക്കളാണ്. പിന്നെ മൂത്താള് ആധാരമായിട്ട്, ശിവൂർ എഞ്ചിനീയറിംഗ് കോളേജ് ക്ലർക്ക്. മൂന്നാമത്തത് ഒരു മോനാണ്, റിട്ടയർഡ് ആർമി. അവൻ്റെ ഭാര്യ CSB മാനേജർ. താഴത്തോട്ടിൽ എന്ന് പറയും, ഇവിടെ അടുത്താണ് ഇവിടെ കല്ലടി. കല്യാണം കഴിച്ചിരിക്കുന്നത് ഉളിക്കലില്, ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എടത്തട്ടി. 81 മുതൽ കൊളക്കാട് സർവീസ് ബാങ്കിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടുന്ന് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പം ഹൈദരാബാദിൽ ഒരു മോനേ ഉള്ളൂ, അവൻ്റെ കൂടെ ഹൈദരാബാദിൽ വർക്ക് ചെയ്യുകയാണ്. അവർ ഹൈദരാബാദിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മരുമോള് PharmD കഴിഞ്ഞിട്ട് ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളുണ്ട്. അവരുടെ കൂടെ ആണ് ഞങ്ങളിപ്പം തൽക്കാലം വന്നതാണ്. ഇപ്പം നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കല്യാണം കഴിഞ്ഞിട്ട് തൃശ്ശൂരാണ് സെറ്റിലായത്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, നാട്ടിലുണ്ട് 10 വർഷമായിട്ട്. പിന്നെ ഒരു മകനാണ്, അവൻ മെക്കാനിക്കൽ ഡിസൈനറായിട്ട് തൃശ്ശൂർ തന്നെയാണ്. മൂന്ന് മക്കള്. മൂത്ത മോന് ബാംഗ്ലൂർ, ഇളയ മോള് ബാംഗ്ലൂർ സ്കൂൾ നടത്തിയാണ്. രണ്ടാമത്തെ മോൻ ദുബൈയിലാണ്. ഞാൻ എന്നെ എല്ലാവർക്കും അറിയാതെ ഞാൻ അച്ചാമ്മ, ടീച്ചർ അച്ചാമ്മ. എനിക്ക് 3 മക്കള്. മൂത്ത മോള് ജോലി ചെയ്യുന്നില്ല, അവള് പിള്ളേരെ വളർത്തലും. അവളുടെ ഹസ്ബൻഡ് ഷാർജ ജോലി ചെയ്യുന്നു. ഇപ്പൊ അവള് ഷാർജയിൽ പോയിരിക്കുകയാണ്. പിന്നെ ചെറിയ മോള് കാസർഗോഡ് ജില്ലയിലാണ്. അവള് ബേസിക് ടീച്ചറാണ്. അവളുടെ ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ മോനാണ്, അവൻ അമേരിക്കയിലെ ജോലി ചെയ്യുന്നത്. അവനൊരു അമേരിക്കക്കാരി പെണ്ണായിട്ട് കല്യാണം കഴിച്ച് അവിടെ കുട്ടികളൊക്കെ ആയിട്ടില്ല, എന്നാലും അധികമായില്ല കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾ 42 വർഷമായിട്ട് മഞ്ഞപ്പിത്ത ചികിത്സ ചെയ്യുന്ന ഫാമിലിയാണ്. മഞ്ഞപ്പിത്തം മാത്രമല്ല, മൂത്രത്തിൽ കല്ല്, അതിനെല്ലാം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരികയും പോവുകയും. ഞങ്ങൾക്ക് എപ്പോഴും ബിസിയാണ്. നിങ്ങൾക്കൊക്കെ റിട്ടയർമെന്റ് ആണ്, ഞങ്ങൾക്ക് വെലങ്ങാട്. ഒരു നേരത്തെ മരുന്നേ ഉള്ളൂ മഞ്ഞപ്പിത്തത്തിനൊക്കെ. എത്ര വലിയ മഞ്ഞപ്പിത്തവും മാറും. മൂത്രത്തിലെ കല്ല് തെറിച്ചും അങ്ങനെ ഒത്തിരി മരുന്നൊന്നും അങ്ങനെ. അതുപോലെ തലവേദന, ഏത് വിട്ടുമാറാത്ത തലവേദനയ്ക്ക് ഇവിടെ വരും. എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതായത് പറഞ്ഞു, ഞങ്ങൾക്ക് റിട്ടയർമെന്റ് ഇല്ല. മരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പതുക്കെ പോകും. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൂത്ത മോക്ക്. രണ്ടാളും പോയി കഴിയുമ്പോൾ ഒരാൾ കൊണ്ടുപോകണമല്ലോ. എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സാ, അതൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് എൻ്റെ ആ പഴയ പാട്ടും ബഹളവും അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതെൻ്റെ മക്കളിപ്പോൾ അത് കൊണ്ടുനടക്കാണ്. അതിനോട് പാടുന്ന മക്കളും മക്കളുടെ മക്കളും ഒക്കെയാണ്. ഇതിൽ സന്തോഷമുണ്ട്. മോനാണേലും എന്നാ പറയാ, എങ്ങനെ പാടും തിരിച്ചാന്ന് പറയുന്നത്. പക്ഷെ ഞാനാരും അത്രയും പോലും പാടുകയെന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പം എനിക്ക് പാട്ട് പറയാനേ പറ്റുന്നുള്ളൂ. ശബ്ദം പോയി, ശ്വാസകോശത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിനില്ല. പിന്നെ കാല് മുട്ടുവേദന ഒരു ഭയങ്കര, എല്ലാവർക്കും തന്നെ കാണും, ഞാൻ മാത്രമായിരിക്കില്ല. പിന്നെ വിലങ്ങാട് ഇന്ത്യയുടെ ഉരുളുപൊട്ടിയില്ലേ, അതിനോട് അടുത്താണ്. ഞാനോ, ഞാൻ ചാരം തൊട്ടിയിലെയാണ്. വളർത്തൽ ചാലില് കുഞ്ഞേപ്പിയാടെന്ന് പറയും. അപ്പൊ നമ്മുടെ അമ്മയുടെ ആങ്ങളയുടെ ഒരു മോനാണ്, മോളെയാണ് നമ്മുടെ സിസി മാത്യു കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ അമ്മാവിന്റെ മോള അനിയത്തിയാണ്. ആ ഇവിടെ ഗ്രേസി എന്റെ നേരെയുള്ള
SLC കഴിഞ്ഞു. പിന്നത്തെ വർഷം കല്യാണം കഴിഞ്ഞു. 50-ാം വാർഷികം കഴിഞ്ഞു. മക്കൾ 3 പേരാണ്. 2 പേരെ വയനാട്ടിൽ ലഭിച്ചു. എല്ലാവരും പോയ ഓസ്ട്രേലിയയിലാണ്. 10 കൊച്ചുമക്കൾ. ഞാൻ പ്രാരംഭ കൊല്ലിരിക്കലാണ്. വീട് ഇവിടെയായിരുന്നു, തൊണ്ടിയിലായിരുന്നു. എന്നെ കെട്ടിച്ച് വിട്ട് വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ തൊണ്ണൂറിൽ എറണാകുളത്തേക്ക് പോയി, ഞങ്ങൾ ഫാമിലിയായിട്ട്. പിന്നെ അവിടെ ഒരു കട നടത്തി, സ്റ്റിച്ചിങ്, ടൈലറിങ്, എംബ്രോയിഡറി, പിന്നെ റെഡിമെയ്ഡ്, അങ്ങനെയായിട്ടൊരു ഷോപ്പ്. അതൊരു 28 വർഷത്തോളം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിപ്പോൾ അവിടുന്ന് മക്കളെയൊക്കെ കെട്ടിച്ച് കഴിഞ്ഞപ്പം 3 പെൺമക്കളാണ്. മൂത്തയാള് ന്യൂസിലൻഡില്, രണ്ടാമത്തെ ആള് കാനഡയില്, മൂന്നാമത്തെ ആള് ഓസ്ട്രേലിയ. 8 കൊച്ചുമക്കളുണ്ട്. മൂത്ത മകളുടെ 2 മക്കളും ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നു. അങ്ങനെ മക്കളെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് പുള്ളിയുടെ തറവാട് വാഴക്കുളത്താണ്. അതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് വരണം എന്നൊരാഗ്രഹം. അങ്ങനെ വാഴക്കുളത്തേക്ക് വന്നു. അവിടെ ഇപ്പം വീടൊക്കെ മേടിച്ച് സുഖമായിട്ട് താമസിക്കുന്നു. 2-3 ആടുകളുണ്ട്, കോഴികളുണ്ട്. അതൊക്കെയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. വെറുതെ ഒരു തമാശന് അത്രേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. 4 പിള്ളേരുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. ഒരാൾ ഇസ്രായേലിലുണ്ട്, ഒരാൾ ദുബായിലുണ്ട്. മോൻ ഞാനും മാത്രം. ഇതെന്റെ ആകാശം. ഇതെന്റെ എന്ന് പറയും. മേഴ്സി എന്ന് വിളിക്കപ്പെടുന്നു. 2 മക്കളാണുള്ളത്. 2 ആൺമക്കള്. ഒരാള് കാനഡയില്, ഒരാളിപ്പം ജർമ്മനിയിലാണ്. ഞാൻ സ്വന്തം വീട് മേൽമുരിങ്ങോടെയാണ് കെട്ടിച്ചത്. പുളക്കുറ്റിയാണ്, കുടക്കച്ചിറയിലാണ് കെട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഭർത്താവ് മിലിറ്ററി സർവീസിലായിരുന്നു, റിട്ടയറായി. ഞാൻ പിന്നെ സ്കൂൾ ടീച്ചറായിട്ട് 30 വർഷം വേക്കളം എയ്ഡഡ് ടീച്ചേഴ്സ് കൊണ്ട് വർക്ക് ചെയ്തു. അപ്പം ഇന്ന് റിട്ടയറായി. ജിമ്മി ജോർജിന്റെ ആക്കൽ ഗിരിജ, ഭർത്താവ് സെക്കൻഡറി പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. ഒരു മകള് സാവിത്രി. ഞാൻ കാക്കങ്ങാട് പുല്ലാഞ്ഞോട് ആണ് താമസം. എൻ്റെ ഭർത്താവ് തോലമ്പറയിലാണ്. ഞാൻ SLC കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് RD ഏജൻ്റായിട്ട് പോസ്റ്റ് ഓഫീസിൽ ജോലി ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന് റിട്ടയർമെൻ്റ് ഇല്ല, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 3 പെൺകുട്ടികളാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. സുഖമായി കഴിഞ്ഞു. എൻ്റെ പേര് സ്കൂളിൽ അറിയപ്പെടുന്ന മറിയാമ്മ എന്നായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഈ ഡിവിഷനിലായിരുന്നു, മിക്സർ ക്ലാസ്സിലായിരുന്നു. അതായത് കുറേ പേര് ഇതിനകത്തുണ്ട്, എല്ലാവരും തന്നെ അറിയാം. നമ്മുടെ മരിച്ചുപോയ KP രാജീവ്, എൻ്റെ ഒക്കെ നമ്മുടെ എൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ കൂടെ ഉള്ളവർ തന്നെ 3-4 പേരും ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ശാലി എല്ലാം നമ്മുടെ അടുത്തുള്ളതാണ്, എൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. എന്നെ കല്യാണം കഴിച്ചത് ഓടന്തോട് ഉള്ളതാണ്. ഭർത്താവ് മരിച്ചുപോയിട്ട് 16 വർഷം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡും സ്റ്റാനിയും ഒരേ ഏജുകാരാണ്, ഒന്നിച്ച് പഠിച്ചവരുമാണ്. എനിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. മോൻ മിലിറ്ററി ആയിരുന്നു. മിലിറ്ററി +2 കഴിഞ്ഞ പാടെ മിലിറ്ററിയിലേക്ക് പോയി. അങ്ങനെ സർവീസ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം വീട്ടിൽ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോള് എല്ലാം കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിച്ച് സിംഗപ്പൂർ പോയി ജോലി ചെയ്ത് തുടങ്ങി. അങ്ങനെ അവിടുന്ന് കല്യാണം കഴിഞ്ഞിപ്പം മക്കളുമായിട്ട് വീട്ടിലുണ്ട്. അവിടെ ഭർത്താവ് സിംഗപ്പൂർ തന്നെയാണുള്ളത്. മോൻ്റെ കല്യാണം കഴിഞ്ഞ മോനും 3 മക്കൾ, മോൾക്ക് 2 മക്കൾ. ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട്. 5 കൊച്ചുമക്കളും ഞാനും. അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞ് പോകുന്നു. ഞാൻ SLC കഴിഞ്ഞതിന് ശേഷം നേഴ്സിംഗ് ജോലിക്ക് തന്നെ പോയി കേട്ടോ. ഞാനും 10 എല്ലാം കഴിഞ്ഞിട്ട് 4-5 വർഷം നേഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കല്യാണാലോചന വന്നതും സ്റ്റാനിക്ക് അറിയാൻ പേരൊക്കെ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 26 വർഷം ഞങ്ങൾ എനിക്ക് ക്യാൻസറായിരുന്നു, മരിച്ചുപോയി. ഇപ്പോൾ 16 വർഷം കഴിഞ്ഞു. 17ാമത്തെ വർഷമാണ്. ഞാനും മോനും മക്കളും പോയപ്പോൾ
പുളക്കാട് ഹൈസ്കൂളിൽ നിന്ന് എച്ചമായിട്ട് റിട്ടയർ ചെയ്തു. എനിക്ക് എൻ്റെ ഭാര്യ ടീച്ചറായിരുന്നു, പേര ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. 3 മക്കളുണ്ട്. ഒരാളുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് 2 പേരുടെ കല്യാണം കൂടി കഴിയാനുണ്ട്. 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ പുറത്തുണ്ട്. അങ്ങനെ ഡെവലപ്മെന്റ്. ഓക്കെ, താങ്ക് യു. ഈ വിജയ അബ്രാഹം എന്ന് പറയുമ്പോൾ മറ്റേ വിജയ അബ്രാഹം എൻ്റെ പേര് രാധാകൃഷ്ണൻ. നമ്മുടെ സ്കൂളിൻ്റെ നേരെ പുറകിൽ മേമന ജോർജ് താമസിച്ച ആ വീടിൻ്റെ അവിടെയായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചത്. അച്ഛൻ പോലീസിലായിരുന്നു. അപ്പം SLC കഴിയുന്ന വരെ SLC തീരുന്നതിന് മുമ്പേ ഞങ്ങൾ പുന്നാടേക്ക് പോയി, ഇരട്ടി പുന്നാട്. അപ്പം ഞാൻ ജോർജ് വക്കീലിൻ്റെ അമ്മേൻ്റെ കൂടെ അവിടെ ആ വീട്ടിൽ അപ്പം ഞങ്ങൾ രണ്ടാളും ഇരുന്ന് താമസിച്ചു SLC കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് പുന്നാടേക്ക് പോയി. പിന്നെ ഞാൻ പോളിടെക്നിക്കിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ അങ്ങനെ കഴിഞ്ഞ് ഓവർസിയറായി ജോലി കിട്ടി PWD. പിന്നെ LSTDയിൽ AE ആയിട്ട് കിട്ടുക. എൻ്റെ വൈഫ് ആ കോർണറിൽ ഇരിക്കുന്നു, സിന്ധു. ഞങ്ങളെല്ലായിടത്തും ഒരുമിച്ചേ പോകും. അതുപോലെ ഞാൻ വയനാട്ടിലാണ് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ ഒരു വീടെടുത്ത് സുൽത്താൻ ബത്തേരി. അപ്പോൾ അവിടുന്ന് വരുന്നത് 2 കുട്ടികൾ. മോൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നത്. അവന് 2 പെൺകുട്ടികൾ. പിന്നെ മോള് ദുബായിൽ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരാടും വരും. അങ്ങനെ 4 പേരെ കുട്ടികൾ. പ്രത്യേകിച്ചിപ്പം പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ കുറേ നാൾ പെൻഷനായിട്ട് ടൂറ് അടിച്ചു പോയി. അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ തന്നെ. ശരി. ഞാൻ ജോൺ ബേബി, പാലക്കാടുകാരനാണ്. 10ാം ക്ലാസ് C ഡിവിഷനിൽ മിക്സഡ് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അടുത്ത കുറച്ച് പേരുണ്ട്. 1974 SLC കഴിഞ്ഞ് 84 വരെ വീട്ടിൽ പ്രൈവറ്റായിട്ട് പഠിച്ചിരുന്നു. 84 TTCക്ക് പോയി ട്രെയിനിങ് കഴിഞ്ഞ് 85 ജോലി ചേർന്നു. 2015 ജോലി സർവീസിൽ തിരിച്ചു. ദ്വാരക AUP സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററായിട്ടാണ് തിരിച്ചത്. 2 മക്കൾ. ഭാര്യ ടീച്ചറായിരുന്നു. 2020 പിരിഞ്ഞു. 2 മക്കളാണ്. മൂത്തവള് നേഴ്സായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുന്നു. കുടുംബമായിട്ട് 2 മക്കളാണ്. രണ്ടാമത്തെ മകൻ ONGCയിൽ എഞ്ചിനീയറാണ്. ആൻഡമാനിൽ ജോലി ചെയ്തു. ആൻഡമാൻ നിക്കോബാർ. സുഖമായിട്ട് പോകുന്നു. മകൻ്റെ കൊച്ചിനെ നോക്കി സന്തോഷമായിട്ട് വീട്ടിൽ കഴിയുന്നു. എൻ്റെ പേര് ജയരാജൻ. ഞാൻ പേരാരി പോകുന്ന വഴി ജോലിക്കുന്നില്ല താമസം. എന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വാമി എന്നാ പറയാം. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ കല്യാണം കഴിച്ചാൽ 2 ആൺകുട്ടികൾ. ഒരാളെ BSNL വർക്ക് ചെയ്യുന്നു, ഒരാള് ഇരിട്ടി പ്രഗതി കോളേജിൽ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, കൃഷിയും കാര്യമായിട്ടല്ല അങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ പേര് അനന്തൻ. കുറ്റിജി എന്ന് പറയാം. വേറെ പുതുശ്ശേരിയാണ് വീട്. ഞാൻ കൃഷിപ്പണിയാണ്. സ്കൂൾ വിട്ടതിന് ശേഷം കൃഷിപ്പണിയാണ്. എനിക്ക് 3 മക്കളാണ്. മൂത്തവൻ മസ്കറ്റിൽ അവിടെ ഇപ്പോൾ ഏതാണ്ട് ഗുഡ്സ് ഓട്ടോ എടുക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട്. പിന്നെ മൂത്തവള് കളകത്ത് ടെയിൽ ടാക്സിൻ്റെ കണക്ക് ചെയ്തേക്കുന്ന വലിയ അതേപോലെ ടീച്ചറാണ് പടിയൂർ. അവരെല്ലാം കൂടി 5 മക്കളുണ്ട്. അത്തിക്കണ്ണം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരാളും കൂടിയാണ്. കഴിഞ്ഞോ? നിങ്ങളുടെ കൂടെ ഒന്ന് ഇതാക്കണം. ഒന്ന് തലയും. ഓക്കെ. നമുക്ക് ഇനി എന്തൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ളത്? അതായത് നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യണം. ഇനി നമുക്ക് അതിന് ശേഷമുള്ള വിപുലമായ മീറ്റിംഗ് ഏകദേശം എന്നത്തേക്ക് കൂടാൻ സാധിക്കും. അതിനാണ് നമുക്ക് തീരുമാനമൊക്കെ ആകുന്നത്. എല്ലാവർക്കും കൂടി ഫാമിലി ആയിട്ടൊന്നും കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും.
മഴയ്ക്ക് ശേഷം കൂടുതൽ മഴക്കാലം കഴിഞ്ഞിട്ട് ഓണത്തോടനുബന്ധിച്ച് എനിക്ക് നല്ല നല്ല അഭിപ്രായമാണ്. ഇപ്പോഴത്തെ ഈ ഇന്നത്തെ 2 ദിവസം ഞാൻ കാലമൊക്കെ നടന്നതാണ്. മഴ തന്നെയായിരിക്കും. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ അംഗങ്ങളെ എല്ലാവരും തന്നെ ഒന്നുകൂടി ഒരു ഇപ്പൊ വീഡിയോ വീഡിയോ ആണല്ലോ എല്ലാവരും സംസാരിക്കുന്നില്ല. സംസാരിച്ച വീഡിയോ ആണ് നമ്മൾ അറിഞ്ഞില്ല. എല്ലാവരുടെയും തലയുണ്ടോ? ഒന്ന് ഇവിടുന്ന് കൂടി എടുത്തോട്ടെ ഒരു ഫോട്ടോ. വീഡിയോ